പോകുവാനും അവർക്ക് വലിയ നിയമ തടസ്സങ്ങൾ വരുന്നതായ കാലം. മുസ്ലിം സ്കൂളുകൾ, മുസ്ലിമിന്റെ ക്യാമ്പസുകൾ നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കി. അവിടെ ഇത്ര വലിയ ക്രിസ്ത്യാനിക്കും ക്രിസ്തു മതം സ്വീകരിച്ചവർക്ക് തട്ടവിട്ട് വരാം, ഹിന്ദു മതം സ്വീകരിച്ചവർക്ക് പൊട്ടുതൊട്ട് വരാം. അതാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് തുടങ്ങുന്നതായ ഒരുപാട് പാഠങ്ങൾ കണ്ടും പഠിച്ചും എഴുതിയും കേട്ടും മുന്നോട്ട് പോകുന്നതായ നാം ഓരോരുത്തരും, നാം ഓരോ വിശ്വാസികളും മനസ്സിലാക്കുവാനുള്ളത് അള്ളാഹുവിലോട്ട് മടങ്ങുക, അള്ളാഹുവിലോട്ട് നീങ്ങുക. എനിക്കൊരു മകളുണ്ട്, അല്ലെങ്കിൽ എന്റെ മക്കളുണ്ട്. ഇവിടെ മുസ്ലിം സംവിധാനമുള്ള സ്കൂളുകളുണ്ട്, മുസ്ലിം സംവിധാനങ്ങളുള്ളതായ പഠന കേന്ദ്രങ്ങളുണ്ട്. നമുക്കതൊന്നും വേണ്ട. നമ്മൾ ചേർക്കുന്നത് അവരുടെ സ്കൂളുകളിൽ നമ്മൾ അവരെ കുറ്റം പറയണ്ട. നമ്മൾക്കെതിരെ വരുന്നതായ ഹിജാബിന്റേതാകട്ടെ, മറ്റു വിഷയങ്ങളിലാകട്ടെ, നമുക്കെതിരെ വരുന്നതായ വിശ്വാസ സമുദായം നമ്മൾ കുറ്റം പറയേണ്ട കാര്യമില്ല. നമ്മൾ നമ്മുടെ കാര്യം ശരിയാക്കിയാൽ മതി. എന്നുള്ളതായ നല്ല പാത അള്ളാഹു നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നമുക്കതൊന്നും വേണ്ട. നമ്മൾ ഈ വഴി വിട്ട് മറ്റൊരു വഴി ചിന്തിക്കുകയും പിന്നെ പ്രശ്നങ്ങൾ വരുമ്പോ ഈ ഉമ്മത്ത് എന്നോട് നിൽക്കണമെന്ന് പറയുന്നത് ഏറ്റവും അപകടകരമായ കാര്യമാണ്. ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കാനുള്ള നമ്മുടെ നാടുകളിൽ, നമ്മുടെ തൊട്ട് അയൽവാസികളിൽ, നമ്മുടെ നാടിൻ്റെതായ വീടിന്റെ തൊട്ട് അയൽവാസി എന്നുള്ളതിൽ സ്കൂളുകൾ ഉണ്ടാകും, പഠന കേന്ദ്രങ്ങൾ ഉണ്ടാകും. നമുക്കതൊന്നും ആവശ്യമില്ല, നമ്മളതൊന്നും തേടില്ല. നമ്മൾ ചേർക്കുന്നത് മറ്റു ഇതരതായ സംസ്കാരമുള്ളതായ സംസ്കാരത്തിൻ്റെതായ ഉടമസ്ഥതയുള്ള സ്കൂളുകളിലുണ്ടായിരിക്കും. എന്നിട്ട് എന്തെങ്കിലും വിഷയം വരുമ്പോൾ നമ്മൾ ഖേദിച്ചിട്ട് കാര്യമില്ല. കാരണം മുഅ്മിൻ എന്ന് പറയുന്നത് ആഖിറത്തേക്ക് വേണ്ടി ദുനിയാവ് രക്ഷപ്പെടുത്തിയെടുക്കണം. അതുകൊണ്ട് നമ്മുടെ നാടുകളിലെ നല്ല സ്കൂളുകൾ, നല്ല മാനേജ്മെന്റുകൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. നമ്മുടെ മക്കളെ ആ രീതിയിൽ നല്ല രീതിയിലുള്ളതായ വളർത്താനുള്ളതായ പഠന കേന്ദ്രങ്ങൾ ഇന്ന് ജീവിക്കുവാനും ഇന്ന് ഈ ദുനിയാവിൽ വളരെ അത്യാവശ്യമായ കാര്യമാണ്, വളരെ അത്യാവശ്യമായ കാര്യമാണ്. വിഷം ചീറ്റുന്നതായ സർപ്പങ്ങളെ പോലും നാണിപ്പിക്കുന്നതായ രീതിയിലുള്ളതായ അധ്യാപിക പാഠം മുന്നിൽ അയച്ചുകൊണ്ടല്ല നമ്മുടെ മക്കൾ നമുക്ക് പഠനം കൊടുക്കേണ്ടത്. വളരെ സ്നേഹത്തോടെ, വളരെ മമതയോടെ, ഐക്യത്തോടുകൂടെ സമാധാനത്തിൻ്റെതായ 1000 വെള്ളരിപ്രാവുകൾ പറപ്പിക്കുന്നതായ ഒരുപാട് സ്കൂളുകളുണ്ട്, ഒരുപാട് വിദ്യ അഭ്യസിപ്പിക്കുന്നതായ പഠന കേന്ദ്രങ്ങളുണ്ട്. അതിനെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുവാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന്